ഒരു മണിമല മോഡൽ കുരുമുളക് കൃഷി. ഇത് കോഴിക്കോട് കട്ടിപ്പാറയിലെ മണിമല ഹൗസിൽ ജോസഫ്. കൃഷി ജീവിത തപസ്യയാക്കിയ ജോസഫിൻ്റെ കൃഷിവിശേഷങ്ങൾ ഇന്ന് നൂറുമേനിയിലൂടെ നമുക്ക് കാണാം. ആയിരത്തി 1963 ജോസഫിൻ്റെ പിതാവ് പൂണൂർ എസ്റ്റേറ്റുകാരിൽ നിന്നും വാങ്ങിയ 12 ഏക്കറിൽ 5 ഏക്കർ ജോസഫിന് ഇഷ്ടദാനമായി നൽകുകയായിരുന്നു. ഇരുവരും ചേർന്ന് 12 ഏക്കറിലെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി തെങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷ തൈകളും വച്ചുപിടിപ്പിച്ചു. ആയിരത്തി 1963 മുതൽ ഇന്നോളം കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ജോസഫ് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സ്ഥലം 1963 പൂനൂർ എസ്റ്റേറ്റ് റീറ്റെയിലായിട്ട് വിറ്റപ്പോൾ എൻ്റെ ഫാദർ മത്തായി എന്ന ആൾ ഒരു സ്ഥലത്ത് വരികയും 12 ഏക്കർ സ്ഥലം റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി അതിൽ 5 ഏക്കർ എനിക്ക് തരികയും 5 ഏക്കർ എനിക്ക് തരികയും അതിൽ റബ്ബർ മരങ്ങൾ മുറിച്ച് മാറ്റി അച്ഛനും ഞാനും കൂടെ ഉൾപ്പെടെ മരം മുഴുവൻ മുറിച്ച് മാറ്റിയിട്ട് കുരുമുളക്, തെങ്ങ്, കമുക് ഇത് പ്ലാന്റ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ കൃഷി മാത്രമാണ് എൻ്റെ ഉപജീവന മാർഗം. മറ്റു വരുമാന മാർഗങ്ങളൊന്നും. എങ്കിലും ധാരാളം പണം എനിക്ക് കൃഷി കൊണ്ട് എനിക്ക് ഇന്ന് കിട്ടിയ സമ്പത്തും വീടും കാര്യങ്ങളൊക്കെ ഈ കൃഷി കൊണ്ട് ഉണ്ടാക്കിയത് മാത്രമാണ്. മറ്റൊരു വരുമാന സ്രോതസ് എനിക്കില്ല. എൻ്റെ ഈ പ്രദേശത്തിനൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ പ്ലാന്റേഷൻ നടത്തിയ ഭൂമിയാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് റബ്ബർ പ്ലാന്റേഷൻ നടത്തിയ ഭൂമിയാണ്. പിന്നീട് പൂനൂർ എസ്റ്റേറ്റുകാർ വാങ്ങി അങ്ങനെ പാർട്ട് വിറ്റ് കിട്ടിയ ഭൂമിയാണിത്. 40 വർഷങ്ങൾക്ക് ശേഷം നാടൻ തെങ്ങുകൾക്ക് പകരം അത്യുൽപാദന ശേഷിയുള്ള D*T തെങ്ങിൻ തൈകൾ വച്ചുപിടിപ്പിച്ചു. നിലവിൽ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുകൾ മാത്രമുള്ള തെങ്ങിൻ തോട്ടമാണ് ജോസഫിൻ്റേത്. എൻ്റെ ഈ പറമ്പിൽ കംപ്ലീറ്റ് അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങുകൾ മാത്രമാണ് ഉള്ളത്. ഈ തെങ്ങിൻ തൈ മുഴുവനും ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചതാണ്. എൻ്റെ പറമ്പിലുള്ളത് D*T തെങ്ങാണ്. നല്ല കായ്ഫലമുണ്ട്, രോഗപ്രതിരോധ ശേഷിയുണ്ട്. മറ്റ് രോഗങ്ങളൊന്നും അമിതമായിട്ടില്ല. എങ്കിലും അല്പം പ്രകൃതിയുടേതായിട്ടുള്ള വരുന്നതല്ലാതെ കൊണ്ട് വേറെ ഒരു രോഗവും എൻ്റെ തെങ്ങിനില്ല. ഈ കാണുന്ന തെങ്ങെന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷത്തിൽ കൂടെ പ്രായമില്ല. ഇത്ര ഉയരം വന്നതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഇതിൻ്റെ അടുത്തെങ്ങുണ്ടായിരുന്നു, വലിയ തെങ്ങുണ്ടായിരുന്നു. ആ വലിയ തെങ്ങ് ഇപ്പോൾ അടുത്ത കാലത്താണ് മുറിച്ച് നിൽക്കുന്നത്. D*T വളർന്ന് കായ്ഫലം ആയി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മുറിക്കുന്നത്. അത് കാരണം കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. എല്ലാം മൊത്തമായിട്ട് റീപ്ലാന്റ് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് മുറിച്ച് മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈൽഡിങ് ഇല്ലാണ്ട് വരും. കവുങ്ങ് മുഴുവൻ നശിച്ചു പോയി. അപ്പോൾ തെങ്ങ് തന്നെ ആകുമ്പോൾ നമുക്ക് വേറെ ഈൽഡിങ് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ കായ്ഫലിച്ചതിന് ശേഷം മറ്റേ മുറിച്ച് മാറ്റാൻ കാരണം. ഈ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന നാളികേരം മുഴുവൻ നൽകുന്നത് തൻ്റെ മകൻ്റെ മില്ലിലേക്കാണ്. കുരുമുളക്, ജാതി, കൊക്കോ, ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയ പലതരം വിളകൾ സമൃദ്ധമായി ഈ തോട്ടത്തിൽ വളരുന്നുണ്ട്. ഈ കൃഷിയിടത്തിൽ തന്നെയാണ് മകൻ ജോഷുവയുടെ പോളി ഹൗസിലെ ചീരകൃഷി. തൻ്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവാമൃതമാണ്
ഈ വിളകളുടെ പോഷണത്തിനായി ജോസഫ് നൽകുന്നത്. പണ്ടൊക്കെ ചുരുങ്ങി പറഞ്ഞാൽ ഒരു ആവറേജ് ഒരു 100 തേങ്ങയിൽ കൂടെ ഒരു തെങ്ങിൽ നിന്ന് കിട്ടുക, ആവറേജ് കിട്ടുന്നതാണ് ഒരു തോട്ടത്തിൽ. ആവറേജ് ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം കിട്ടുന്നത് 100 തേങ്ങയാണ്. ഇന്നിപ്പോൾ എനിക്ക് 200ൻ്റെ മുകളിൽ വരെ വരുമോ എന്നാണ് ഈ വർഷത്തിന് തൊട്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും കഴിഞ്ഞ വർഷം 160ൻ്റെ മുകളിൽ കിട്ടിയായിരുന്നു ആവറേജ്. ഈ വർഷം അതിലും കൂടാനാണ് സാധ്യത, കുറയാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ വളം ചെയ്യുന്നതിന് മാത്രം അതുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസങ്ങളാണ്. പറമ്പിൽ എവിടെ നോക്കിയാലും മണ്ണിര. ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിനുള്ള വളങ്ങളാണ് മുഴുവനും ഡയറക്റ്റായിട്ട്. ഇനി വേറെ മണ്ണിൽ കൂടെ ഈ മറ്റേ ജീവാണുക്കൾ പ്രവർത്തിച്ച് വളമാക്കി ചെടിക്ക് രൂപപ്പെടുത്തുന്ന രീതിയിലാക്കേണ്ട ആവശ്യമില്ലാതെ കൊണ്ടുള്ള വളങ്ങളാണ് ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നത്. ജീവാമൃതം മാത്രം ഇതുവരെ ചെയ്തുള്ളൂ, ജീവാമൃതം മാത്രം. അത് ടാങ്കിന് മോട്ടറിന് പറമ്പിൽ കൂടെ എല്ലാ സ്ഥലത്തേക്കും അടിക്കും. ജാതിയും കൊക്കോയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിപണനം നടക്കുന്നത് കട്ടിപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗ്രാമീണ ചന്തകൾ വഴിയാണ്. പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിള കുരുമുളക് തന്നെയാണെന്ന് ജോസഫ് പറയുന്നു. കൊക്കോ ഉണ്ട്, ജാതിയുണ്ട്. കൊക്കോക്ക് 5 വർഷമായുള്ളൂ. മറ്റുള്ള തൈകളൊക്കെ ഞാൻ വെക്കുമ്പോൾ കാട്ടുപന്നി മുഴുവൻ ഞാൻ കാണിച്ചു തന്നല്ല, മുഴുവൻ ഒടിച്ചു പോകുമായിരുന്നു. മുള്ളാത്തയൊക്കെ നിറച്ച് പ്ലാന്റ് ചെയ്തതാണ്. ഇനി അതെല്ലാം ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും പ്ലാന്റ്, ഞാൻ കുരുമുളക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പൈപ്പേ തന്നെ ചെയ്യാനാണ്, തോട്ടം കംപ്ലീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് മറ്റു ആവശ്യക്കാർ വന്നിട്ട് തൈ വാങ്ങിപ്പോകുന്നതുകൊണ്ട് എനിക്ക് ഈ വർഷം പ്ലാന്റ് ചെയ്യാൻ തൈ കിട്ടിയിട്ടില്ല. ഇനി തൈ ഉണ്ടാക്കണം, പുതിയ തൈ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ എനിക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി കുരുമുളക് തൈ ഉൽപ്പാദനത്തിലും കൃഷിയിലും തൻ്റേതായ ഒരു മാതൃക വികസിപ്പിച്ചെടുത്തു ഇദ്ദേഹം. മണിമല ഹൗസ് സന്ദർശിക്കുന്ന ആരെയും ആകർഷിക്കുന്നത് പ്രവേശന കവാടത്തിന് ഇരുവശവും PVC പൈപ്പുകൾ താങ്ങുകാലുകളായി കൃഷി ചെയ്തിട്ടുള്ള കുരുമുളക് തോട്ടമാണ്. ജോസഫിൻ്റെ കുരുമുളക് തൈ ഉൽപ്പാദന രീതി ഏതുവിധമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ്. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കീറുന്നു, ചുവട്ടിലൊരു തുളയും ഇടുന്നു. ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ ഒരരിക് നീളത്തിൽ ബ്ലേഡ് ഉപയോഗിച്ച് 2ആയി മുറിക്കുന്നു. അതിന് ശേഷം ഇങ്ങനെ പകർത്തി വെച്ചു. അതിനുശേഷം ഇങ്ങനെ ചെയ്തിട്ട് ഈ വിധത്തിൽ ചെയ്തിട്ട് സ്റ്റാപ്ലർ കൊണ്ട് ഇങ്ങനെ പിൻ ചെയ്യുന്നു. ഇതുപോലെ സ്റ്റാപ്ലർ ചെയ്യുന്നു. അതിന് ശേഷം ഇതുപോലെ വള്ളി വെച്ച് താങ്ങുകാലിൽ കെട്ടി ഉറപ്പിക്കുന്നു. തൈ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കുരുമുളകിൻ്റെ തണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സിനുള്ളിലാക്കി സ്റ്റേപ്ലർ ഉപയോഗിച്ച് പിൻ ചെയ്ത് ഗ്ലാസ് ചെടിയോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന താങ്ങുകാലുമായി പ്ലാസ്റ്റിക് ചരട് ഉപയോഗിച്ച് കെട്ടിയുറപ്പിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലോട്ടിംഗ് മിശ്രം ഇട്ട് നിറയ്ക്കുന്നത്. മണ്ണ്, മണൽ, ചാണകം ഇവ 1:1:1 എന്ന ക്രമത്തിൽ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ഉറപ്പിച്ചു ഈ ഗ്ലാസ്സിൽ നിറച്ച് തീർന്നു ചട്ടിയോടുകൂടി ഒരു ഭാഗത്തേക്ക് മാറ്റി പരിപാലിക്കും. ഒരു മാസത്തിനകം പുതിയ പാർശ്വകാണ്ഡം വരുമ്പോൾ അതിനെ മാതൃച്ചെടിയിൽ നിന്നും മാറ്റി പോളി ബാഗിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് നടുന്നു. പോളി ബാഗിലേക്ക് മാറ്റുന്ന രീതി കട്ട് ചെയ്തു, തൈ എടുത്തു. ഒരു മാസം കഴിയുമ്പോൾ ഷൂട്ടിങ് തുടങ്ങും. ഈ തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേ തുടങ്ങി. അതെല്ലാം നമ്മൾ ഉണ്ടാക്കാം, ഒരു പ്രയാസമില്ലാതെ കൊണ്ട്.
ഇതിലേക്ക് ഇതുപോലെ ചെയ്തു. ഇല്ലെങ്കിൽ ഇത് കരുത്തുള്ള വേരുകളാണ്, കാണാം, ആർക്കും കാണാം, ശക്തിയുള്ള വേര് കണ്ട. ഇതിങ്ങോട്ട് വെക്കുന്നു. 8 പോളി ബാഗിലേക്ക് മാറ്റി നടന്നു. അതിനനുസരിച്ച് പോട്ടി മിശ്രണം ആവശ്യത്തിനുള്ള പ്ലോട്ട് മിശ്രണം വെച്ച് നട്ടു. ഇങ്ങനെയുള്ള തൈകളിൽ 3-4 ആഴ്ചയ്ക്കകം പുതിയ മുള തിരിയോടുകൂടി വരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഇവിടുന്ന് പുതിയ ഷൂട്ടിംഗ് ഉണ്ടാവുക. അതായത് സൈഡിലേക്ക് മുളകോടുകൂടി കുരുമുളക് ഉൽപ്പാദനത്തോടു കൂടി വളർന്നു വരുന്നു. ഇതാണ് ഇതിൻ്റെ സാധാരണ നമ്മുടെ സാധാരണ രീതിയും ഇതുമായിട്ടുള്ള വ്യത്യാസം. ഇതിനൊത്ത് മുളച്ച് വരുന്ന അതിൽ തന്നെ ഉൽപ്പാദനം ആരംഭിക്കുകയായി. മുളച്ച് വരുന്ന അപ്പോൾ തന്നെ ഉൽപ്പാദനം ആരംഭിക്കുകയായി. അതെ, ഉൽപ്പാദനം 3 വർഷത്തിന് ശേഷമേ ഉൽപ്പാദനം ആരംഭിക്കൂ. അതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മുളക് പറിക്കാൻ വേണ്ടി 3 വർഷം നമ്മൾ കാത്തു നിൽക്കേണ്ട. വളരാൻ തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് ഉൽപ്പാദനം കിട്ടിക്കൊണ്ടേയിരിക്കും. സാധാ നാടൻ കരിമുണ്ട നമ്മുടെ നാടിന് യോജിച്ചത്, നമ്മുടെ നാടിൻ്റേതായ വിത്ത്. ഒരു കുരുമുളകിൽ നിന്നും ഇത്തരത്തിൽ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. ഈ വിധം ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് ഒരു വർഷം 3 മീറ്റർ പൊക്കത്തിൽ വരെ വളരും. സാധാരണ നട്ടിരിക്കുന്ന കുരുമുളക് ചെടിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി വിളവ് ഇവയിൽ നിന്നും ലഭിക്കുന്നതായും ജോസഫ് പറയുന്നു. ആണ് 1 മാസം പ്രായമുള്ള എൻ്റെ കുരുമുളക് തൈ. ഇത് 1 മീറ്റർ പൈപ്പ് ഉപയോഗിച്ച് 1 മീറ്റർ ഉയരത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇത് പിന്നെ 2 മീറ്റർ ഉയരത്തിൽ വളർത്തണമെങ്കിൽ 2 മീറ്റർ പൈപ്പും, 3 മീറ്റർ ഉയരത്തിൽ വളർത്തണം 3 മീറ്റർ പൈപ്പും, 6 മീറ്റർ ഉയരത്തിൽ വളർത്താൻ 6 മീറ്റർ പൈപ്പും മാത്രം മതി. താങ്ങുകാലായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ താല്പര്യം അനുസരിച്ച് എത്ര വേണമെങ്കിൽ ഉയരത്തിൽ വളർത്താം. ഇത് ഇങ്ങനെ ആദ്യത്തെ ഒരു മാസം 1-2 മാസം ഇതിങ്ങനെ താങ്ങുകാലോട് ചേർത്ത് വെച്ച് കെട്ടണം. അതിനുശേഷം നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട, തന്നെ വളർന്ന് കയറി പൊയ്ക്കോളും. ഇത് മുതൽ ഉൽപ്പാദനം ആരംഭിക്കുകയായി. ഇത് ഫസ്റ്റിലത്തെ മുളക് തിരിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് മുളക് തിരിയാണ് വരുന്നത്. ഇവിടെ മുതൽ നമ്മൾ ഉൽപ്പാദനം ആരംഭിക്കുകയാണ്. ഉൽപ്പാദനം വളരുന്ന ഓരോ ഇലയ്ക്കും ഉൽപ്പാദനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റ് ഹോർമോണോ ഒരു വളവും മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ സാധാ മണ്ണിൽ, ഏത് മണ്ണിലും ഇത് വളർന്നു വലുതായിക്കോളും. 1 വർഷം കൊണ്ട് 3 മീറ്റർ ഉയരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉയരത്തിൽ മുറിച്ച് നിർത്തിയാൽ മാത്രം മതി. മിനിമം മാക്സിമം ആയിട്ട് 3 മീറ്ററെങ്കിലും വേണം. അത് കൂടുതലേ പോവുള്ളൂ, കുറയുകയില്ല. 2 മീറ്റർ ഉയരത്തിൽ വരെ 2 ഇഞ്ച് പൈപ്പ് 4 kg. അതിനകത്ത് യാതൊരു മണ്ണോ മണലോ അങ്ങനത്തെ ഒന്നും നിറയ്ക്കേണ്ടതില്ല. 1/2 മീറ്റർ താഴ്ചയിൽ താങ്ങാൽ ഉറപ്പിച്ചാൽ മാത്രം മതി. മണ്ണിൽ കോൺക്രീറ്റോ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. PVC പൈപ്പുകൾ താങ്ങുകാലായി ഉപയോഗിക്കുന്നതിനാൽ ഇഷ്ടാനുസരണം നമുക്ക് കുരുമുളകിൻ്റെ ഉയരം നിയന്ത്രിക്കാൻ സാധിക്കും. ഷെയ്ഡ് നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നുമില്ല. കർഷകന് തന്നെ കുരുമുളക് വിളവെടുക്കാവുന്നതാണ്. കൂടാതെ
താങ്ങുമരങ്ങൾക്കുണ്ടാകുന്ന രോഗകീടബാധകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുന്നു. ഇക്കാരണങ്ങളാൽ തന്നെ കൂലിച്ചെലവ് ഗണ്യമായി കുറയ്ക്കാനും കുരുമുളക് കൃഷി ലാഭകരമാക്കാനും ഇതുവഴി സാധിക്കും. ഇവിടെ 2 രീതികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കുരുമുളകിലുള്ളത്. ഒന്ന് അതിൻ്റെ റാപ്പിഡ് ഷൂട്ട് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയും, അതായത് ദ്രുത പ്രവർത്തന രീതി. രണ്ടാമത്തെ കാര്യം സുസ്ഥിര താങ്ങുകാൽ കൃഷി. അതായത് ഈ റാപ്പിഡ് പ്രൊപ്പഗേഷനിൽ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഒന്ന് അതിൻ്റെ വിളവ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം പെട്ടെന്നുള്ള വളർച്ചയും കൂടുതലാണ്. പിന്നെ മൂന്നാമത് തൊഴിലാളികൾ ആവശ്യമില്ലാതെ പെട്ടെന്ന് അത് വിളവെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. മറ്റൊന്ന് സുസ്ഥിര താങ്ങുകാൽ കൃഷി. നമുക്കറിയാം ഈ താങ്ങുകാലിനുള്ള ഒരുപാട് പെസ്റ്റ് ആൻഡ് ഡിസീസ് കീടബാധകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത്തത് ഇന്ന് തൊഴിലാളികളെ കിട്ടി ഇത് പറിച്ചെടുക്കാനുള്ള ലേബർ ചാർജ്, കൂലി ചെലവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. നമ്മൾ വിചാരിക്കുന്ന ഹൈറ്റിൽ, ഇപ്പോൾ കർഷകൻ വിചാരിക്കുന്ന ഹൈറ്റിൽ 2 മീറ്ററാണ് 2 മീറ്റർ, 3 മീറ്ററാണ് 3 മീറ്റർ, ആ രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നതിന് വേണ്ടി ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ തങ്കമണി, ഡോക്ടർ പി രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ശാസ്ത്രജ്ഞർ ഇവിടെ സന്ദർശിച്ചിരുന്നു. അവരും ഇത് വളരെ നൂതനമായിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാവിയിൽ ഞങ്ങളിത് കർഷകരുടെ കണ്ടുപിടുത്തങ്ങൾ, നൂതനമായിട്ടുള്ളൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമായിട്ട് ഇത് ആ രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ കുരുമുളക് തിരിയിടാൻ 2-3 വർഷമെടുക്കുമ്പോൾ ജോസഫിൻ്റെ കുരുമുളക് തൈകളിൽ പാർശ്വകാണ്ഡങ്ങൾ വരുന്നതേ തിരിയോടുകൂടിയാണ്. ജീവാമൃതം മാത്രമാണ് കുരുമുളക് കൃഷിക്ക് നൽകുന്ന ഏക വളം. എങ്ങനെയുണ്ട് ജോസഫിന്റെ മാതൃക? ജോസഫിന്റെ പരീക്ഷണങ്ങൾ ഇവിടെ തീരുന്നില്ല. പോളി ഹൗസിൽ കുരുമുളക് കൃഷിയുടെ സാധ്യത കൂടി ഇദ്ദേഹം നിരീക്ഷണത്തിന് വിധേയമാക്കി. ഇതിന്റെ ഫലം ജോസഫിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഇത് പോളി ഹൗസിൽ കുരുമുളക് കൃഷിയെപ്പറ്റി ഒരു പരീക്ഷണം എന്ന നിലയിൽ ചെയ്തതാണ്. ഉൽപ്പാദനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മഴക്കാലത്ത് മാത്രമേ ഉൽപ്പാദനം കൂടുതലായി കിട്ടും. വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മുഴുവൻ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ചൂട് കൂടുന്ന സമയത്ത് പൊഴിഞ്ഞു പോകുന്നുണ്ട്. മഴക്കാലത്ത് നല്ല മൂപ്പെത്തി വരുന്നതൊക്കെ നല്ല തിരുമുളകായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഡബിൾ വളർച്ചയാണ്, ആരോഗ്യം കൂടുതലുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. തൈകൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും കൂടുതൽ ആരോഗ്യമുള്ള തൈകളാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നത്. എന്താണ് ഈ പോളി ഹൗസിൽ കുരുമുളക് നട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി മാത്രം കൂടിയാണ്. രണ്ടാമത് തൈ ഉണ്ടാക്കാൻ വേണ്ടി സൂപ്പറാണ്. തൈ ഉണ്ടാക്കാൻ നല്ല മെത്തഡ്, നല്ല ഗ്രോത്താണ്. യാതൊരു ധൈര്യമായിട്ട് ഇതിനകത്ത് തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച 10 അധികം അല്ലാണ്ട് ഒരു തൈ കുറയാൻ പോകുന്നില്ല. ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി മുളക് തിരിയെല്ലാം പൊഴിച്ച് കളയും. ആ സമയത്ത് ഇപ്പം പുറമേ ഉള്ള മുളക് തിരിയെല്ലാം മഴക്കാലം മഴ കൂടുതലുണ്ട്, പുറമേ ഉള്ള മുളക് തിരി എല്ലാം പൊഴിഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് ഒരെണ്ണം പോലും പൊഴിയുന്നില്ല. അവിടെയാണ് ഒരു വ്യത്യാസം. ഇതിനകത്ത് ക്ലൈമറ്റ് ബാധിക്കുന്നത്. കുരുമുളക് തൈകൾ 150 രൂപ നിരക്കിലാണ് ആവശ്യക്കാർക്ക് നൽകി വരുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കും മണിമല കുരുമുളക് തൈകൾ കയറ്റി അയച്ചിട്ടുണ്ട്. കുരുമുളക് ഉൽപ്പാദനത്തിൽ തൻ്റേതായ മാതൃക വികസിപ്പിച്ചെടുക്കുകയും കുരുമുളക് കൃഷിയിൽ ചലനാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയം തന്നെ. ജോസഫിനോട് സംസാരിക്കാം. ഫോൺ 0495 2270 മൊബൈൽ 9745407207.